നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് പ്രാർത്ഥനയുടെ ഉള്ളിലുള്ളത്. അത് വെറും വാക്കുകൾ മാത്രമാണോ, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു തലം അതിനുണ്ടോ? ആ നമ്മുടെ കയ്യിലുള്ള ഈ ഉറവിടം ഖുർആനിലെ ഒരു വാക്യത്തെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. സൂറ അൽ അൻകബൂതിലെ ഒരു വാക്യം. അപ്പോ പ്രാർത്ഥനയുടെ ആ ഒരു കാതൽ എന്തായിരിക്കണം എന്നതിലേക്കാണിത് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. അതെ, തീർച്ചയായും. ഈ ഉറവിടം ശരിക്കും നമ്മളോട് പറയുന്നത് പ്രാർത്ഥനയുടെ ആചാരങ്ങൾ, അതിന്റെ രീതികൾ, വാക്കുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്കെന്ന് നോക്കാനാണ്. ഉം, പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിലേക്ക് തിരിയുന്നത്, എന്താണ് ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതിലാണ് ഈ വിശകലനം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ ഉറവിടത്തിൽ ഒരു സാഹചര്യം പറയുന്നുണ്ടല്ലോ. അതായത് ആളുകൾ ഒരു കപ്പലിൽ പോകുന്നു. ആ പെട്ടെന്ന് വലിയ കാറ്റും കോളും, കപ്പൽ മുങ്ങുമെന്നൊരവസ്ഥ. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ സാധാരണ വിശ്വസിക്കുന്ന കാര്യങ്ങളോ ആചാരങ്ങളോ ഒന്നും ഓർക്കുന്നില്ല. ഇല്ല. പകരം രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തോട് മാത്രം വളരെ ആത്മാർത്ഥമായിട്ട് ശരിക്കും ഹൃദയത്തിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ. പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് കരയ്ക്കെത്തുമ്പോഴോ? അപ്പോ പിന്നെ പഴയ പോലെയാവും. അതെ, അവർ വീണ്ടും പഴയ രീതികളിലേക്ക്, ഒരുപക്ഷെ പഴയ ദൈവങ്ങളിലേക്ക് തന്നെ മടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം? ഇവിടെയാണ് ഈ ഉറവിടം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ആ കപ്പലിൽ വെച്ച് ആ അപകട സമയത്ത് നടന്ന പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു, അല്ലേ? ശരിയാണ്. ആ ശക്തി വന്നത് അവരുപയോഗിച്ച വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഭാഷയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല. അല്ല. മറിച്ച് ആ നിമിഷത്തിൽ അവരനുഭവിച്ച ആ ഒരു സമ്പൂർണ്ണ നിസ്സഹായത, ദൈവം മാത്രമേ ഇനി രക്ഷിക്കാനുള്ളൂ എന്ന ആ ഒരു തീവ്രമായ ബോധ്യം, അതിൽ നിന്നാണ് ആ ആത്മാർത്ഥത, ആ സിൻസിയറിറ്റി വരുന്നത്. ആത്മാർത്ഥത. അതെ, ആ ആത്മാർത്ഥതയാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ കാതൽ. അതിനെ ഫലത്തിലെത്തിക്കുന്ന, ഒരു മാന്ത്രികത എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉറവിടം അതാണ് വാദിക്കുന്നത്. അപ്പൊ ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് അപകടം വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം മാത്രമല്ലേ? അതിനപ്പുറം ഇതിനെ ഒരു ദൈവിക ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടാണോ കാണേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. ഇത് തീർച്ചയായും ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ്. എന്നാൽ ഉറവിടം സൂചിപ്പിക്കുന്നത് ഈ പ്രതികരണം ശരിക്കും വെളിവാക്കുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു അടിസ്ഥാന ബന്ധത്തെയാണ് എന്നാണ്. ഓക്കേ. അതായത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ സാധാരണ കെട്ടിപ്പൊക്കിയ സാമൂഹികമായ അല്ലെങ്കിൽ ആചാരപരമായ എല്ലാ പുറന്തോടുകളും അങ്ങ് അഴിഞ്ഞു വീഴുന്നു. ശരിയാണ്. അപ്പോ തെളിയുന്നതെന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസം, ഒരു ശരണം തേടൽ. ഇതൊരു പ്രത്യേക മതത്തിന്റെ മാത്രം കാര്യമല്ല. ഒരുപക്ഷേ ഇത് മനുഷ്യ സഹജമായ ഒന്നാണ് എന്നാണ് ഉറവിടം പറയുന്നത്. ആ നിമിഷത്തിലെ പ്രാർത്ഥനയ്ക്ക് രൂപമില്ല, ഭാഷയില്ല, ആത്മാർത്ഥമായ ഒരു സമർപ്പണം മാത്രം. ശരിയാണ്. ആത്മാർത്ഥതയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം. ഇതിൽ ഈ വിഷയത്തിൽ തന്നെ ഒരു ശാസ്ത്രീയമായ ഒരു വശം കൂടി പറയുന്നുണ്ടല്ലോ, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ട്. അത് എന്താണെന്നൊന്ന് പറയാമോ? അത് വളരെ രസകരമായ ഒരു താരതമ്യമാണ്. ഉറവിടം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ, അതിന്റെ വ്യാകരണം, യുക്തി ഉപയോഗിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെ പ്രധാനമായും തലച്ചോറിന്റെ ഇടതുഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലെഫ്റ്റ് ബ്രെയിൻ. അതെ. എന്നാൽ പ്രാർത്ഥനയിലെ അർത്ഥം, അതിന്റെ പിന്നിലെ വികാരം, പ്രതീക്ഷ, വിശ്വാസം, നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത, അങ്ങനെയുള്ള ആന്തരികമായ അനുഭവങ്ങൾ, അതൊക്കെ തലച്ചോറിന്റെ വലതുഭാഗവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കേ, റൈറ്റ് ബ്രെയിൻ. അതെ. ഒരുപക്ഷേ ആ ആപത്തുഘട്ടത്തിൽ നമ്മുടെ യുക്തിപരമായ ചിന്ത, അതായത് ഇടതുഭാഗം, പരാജയപ്പെടുമ്പോൾ അതിജീവനത്തിനായുള്ള ഒരു തീവ്രമായ വൈകാരിക ആവശ്യം വലതുഭാഗത്തുനിന്ന് പ്രാർത്ഥനയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. മനസ്സിലായി. ഇത് ശരിക്കും പ്രാർത്ഥനയുടെ ശക്തി വാക്കുകളിലല്ല, മറിച്ച് ആ ആന്തരിക സമർപ്പണത്തിലാണെന്ന വാദത്തിന് ഒരു ശാസ്ത്രീയമായ തലം കൂടി നൽകാൻ ശ്രമിക്കുകയാണ്. വളരെ വ്യക്തമായി. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. പ്രാർത്ഥനയുടെ രൂപമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന ആചാരങ്ങളുമല്ല അതിന്റെ യഥാർത്ഥ ശക്തി തീരുമാനിക്കുന്നത്. അല്ല, മറിച്ച് അതിൽ എത്രത്തോളം ആത്മാർത്ഥമായ ഒരു സമർപ്പണമുണ്ട് എന്നതാണ് പ്രധാനം.
നമ്മളിവിടെ ഈ ഖുർആൻ വാക്യത്തെക്കുറിച്ചാണ് സംസാരിച്ചെങ്കിലും ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിലെ മനുഷ്യന്റെ ഒരു അടിസ്ഥാന മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അത് നിങ്ങൾക്കും എനിക്കുമൊക്കെ ബാധകമായ ഒന്നാണ്. തീർച്ചയായും. ഇതിനോട് ചേർത്ത് നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത ഇതാണ്: ആ കപ്പലിൽ വെച്ച്, ആ അപകടത്തിന്റെ നടുവിൽ വെച്ച് നമ്മൾ കാണിക്കുന്ന അതേ തീവ്രമായ ആത്മാർത്ഥതയും ദൈവത്തിലുള്ള ആ പൂർണ്ണമായ വിശ്വാസവും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലാത്ത ശാന്തമായ നിമിഷങ്ങളിൽ അപ്പോഴും അതേപോലെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? ഓ, അതൊരു വലിയ ചോദ്യമാണ്. അതെ, അങ്ങനെ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളെയുമൊക്കെ എത്രത്തോളം പോസിറ്റീവായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.